വീടുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ ബോധവൽക്കരണ ക്യാമ്പയിനുമായി ദുബായ് പോലീസ്. ഇതിന്റെ ഭാഗമായി താൽക്കാലിക ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുമ്പോൾ ലൈസൻസ് ഉള്ള ഏജൻസികളെ മാത്രം ആശ്രയിക്കാൻ പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. മണിക്കൂർ, ദിവസവേതന അടിസ്ഥാനത്തിൽ ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുമ്പോൾ വീട്ടുടമയുടെ കുടുംബാംഗങ്ങളുടെയും സംരക്ഷണത്തിന് സഹായകരമാകുന്ന നിരവധി സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളാണ് ദുബായ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മണിക്കൂർ, ദിവസവേതനാടിസ്ഥാനത്തിൽ ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വീടുകളിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കണം. അംഗീകൃത വ്യക്തികൾക്ക് മാത്രമേ വീടിനുള്ളിലേക്ക് പ്രവേശനം നൽകാവൂ എന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട രേഖകൾ, പണം, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ സുരക്ഷിതമായ ലോക്കറുകളിൽ മാത്രം സൂക്ഷിക്കുക. കുട്ടികളെയും പ്രായമായവരെയും വിശ്വസ്തരല്ലാത്ത താൽക്കാലിക ജീവനക്കാർക്കൊപ്പം തനിച്ചാക്കരുത്. താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പെരുമാറ്റമുണ്ടായാൽ ഉടൻ തന്നെ അധികൃതരെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആകർഷകമായ ഓഫറുകളുമായി സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന വ്യാജ റിക്രൂട്ട്മെന്റ് പരസ്യങ്ങളിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ജനുവരിയിൽ വ്യാജ ഏജൻസി വഴി 10,000 ദിർഹം നഷ്ടപ്പെട്ട കേസും പോലീസ് ചൂണ്ടിക്കാട്ടി. ഇത്തരം നിയമവിരുദ്ധ ഏജൻസികൾക്കെതിരെ UAE മന്ത്രാലയം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 300 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഫെബ്രുവരിയിൽ 12 അനധികൃത ഏജൻസികൾ പൂട്ടിക്കുകയും ചെയ്തിരുന്നു. പൊതുജനങ്ങൾക്ക് സംശയ സാഹചര്യങ്ങൾ കണ്ടാൽ ദുബായ് പോലീസിന്റെ പോലീസ് ഐ സംവിധാനം വഴിയോ 901 എന്ന നമ്പറിലോ വിവരമറിയിക്കാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദുബായ്.